ചവറയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങളാണെങ്കിലും അവിടെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളാണെങ്കിലും ഇതിനെ ഒന്നും അവിടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നിലവിലെ MLA ശ്രമിക്കുന്നില്ല. ഇവിടെ ഈ ഇലക്ഷനോടടുപ്പിച്ച് കുറേ ഉദ്ഘാടനങ്ങൾ 10 പാലം എന്ന് പറയുന്നു, ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ എഴുതി വെച്ചുകൊണ്ട് പുരോഗമിക്കുന്നു എന്ന്. അതായത് പൂർത്തീകരിച്ചിരിക്കുന്ന പദ്ധതികൾ വളരെ കുറച്ച് മാത്രം. ഷിബു ബേബി ജോൺ എന്തൊക്കെ പറഞ്ഞാലും അടിമുടി രാഷ്ട്രീയക്കാരനാണ്. കാരണം അദ്ദേഹം വ്യവസായിയൊക്കെ ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലിരിക്കുന്നത്. ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഷിബു ബേബി ജോണിന് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഈ ചവറയെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ബേബി ജോണിനുള്ള നേതാവ് ഉദയം ചെയ്യുന്നതും ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ വളർന്നു വന്ന് പിന്നീട് അധികാരമായി മാറിയതായിരുന്നു. ഇതിൽ ആരാണ് ഏറ്റവും മികച്ചത്, ആർക്കാണ് വിഷൻ ഉള്ളത് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഒരാളുടെ വിഷൻ എന്താണ്, ഒരാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് ചവറയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഈ വിവിധ മണ്ഡലങ്ങളിലൂടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചവറ മണ്ഡലത്താണ്. കാരണം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചവറ. അപ്പോൾ ഈ ചവറയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 2 വലിയ നേതാക്കന്മാരുടെ മക്കൾ തമ്മിൽ രണ്ടാമതും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുമുട്ടിയപ്പോൾ ഷിബു ബേബി ജോൺ തോറ്റു. ഷിബു ബേബി ജോണിൻ്റെ രണ്ടാമത്തെ തോൽവിയായിരുന്നു. അതെ. എന്താണ് വീണ്ടും ഈ 2 പേർ തന്നെ മത്സരരംഗത്തിറങ്ങുമ്പോൾ ചവറയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്താണ്? ഈ ഇപ്പം രാജേട്ടൻ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങുവാണെങ്കിൽ 2 ആൾക്കാരുടെ മക്കൾ മത്സരിക്കുന്ന മണ്ഡലം. ഒന്ന് വിജയൻപിള്ള എന്ന് പറഞ്ഞ മുൻ MLA, ബേബി ജോൺ എന്ന് പറയുന്ന മറ്റൊരു MLA മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു കോമഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരാൾക്ക് പേര് കേട്ട് കഴിയുമ്പോൾ ആദ്യം തോന്നുന്നു ഒരാളുടെ പേര് കേട്ട് കഴിയുമ്പോൾ അബ്കാരിയായിട്ടും ഒരാളുടെ പേര് കേട്ട് കഴിയുമ്പം ഒരു രാഷ്ട്രീയ അധികാരനായിട്ടുമാണ് ഫീൽ ചെയ്യുന്നത്. അതുതന്നെയാണ് ആ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ആ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്താണ്, ഞാൻ കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിൽ കൂടെ പോകുമ്പോഴുള്ള അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു രാജേട്ടൻ അവിടെ കുറേ കണക്ഷൻസ് ഉണ്ട്, ബന്ധങ്ങൾ ഒരുപാട് ഉള്ള ഒരാളാണ്. എന്താണ് അവിടെ നിന്നൊരു ഫസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇതിൽ നമ്മൾ ചവറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തീരദേശം ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ചവറ. നീണ്ടകര പോലെയുള്ള വലിയ ഫിഷിംഗ് ഹാർബറൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും ഈ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ബേബി ജോണിനുള്ള നേതാവ് ഉദയം ചെയ്യുന്നതും ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ വളർന്നു വന്ന് പിന്നീട് അധികാരമായി മാറിയതായിരുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങളിലൂടെയൊക്കെ പോയൊരു നേതാവ് കൂടിയായിരുന്നു നമുക്കറിയാം. RSPയുടെ ഏറ്റവും ഒരു പ്രതാപകാലത്ത് അദ്ദേഹത്തിനെതിരെ വലിയ സരസൻ കേസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അടിപതറാതിരുന്നൊരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം, ബേബി ജോൺ. അദ്ദേഹം രോഗാതുരനായി ദീർഘകാലം കിടപ്പിലൊക്കെ ആയപ്പോഴാണ് ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിലേക്ക് സജീവമാവുന്നതും അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുന്നത്. നമുക്കറിയാം ഇടതുപക്ഷത്ത് ഒന്നും വലതുപക്ഷത്തൊക്കെ ഇരുന്ന് മത്സരിച്ച നേതാവ് കൂടിയാണ് ഷിബു ബേബി ജോൺ. പക്ഷേ ഷിബു ബേബി ജോൺ 10 വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അന്ന് പരാജയപ്പെട്ടത് അബ്കാരിയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആദ്യകാല CPM നേതാവ്, പിന്നീട് അദ്ദേഹം CMB ആവുന്നു, പിന്നീട് RSPB ഒക്കെ കൂടി കറങ്ങിത്തിരിഞ്ഞ അവസാനം പിന്നീട് CPM പാർട്ടി ചിഹ്നത്തിലൊന്നുമല്ല അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ഷിബു തോൽവി നേരിടുകയും ഈ അബ്കാരി ആയ വിജയൻപിള്ള വിജയിച്ച് കയറുകയായിരുന്നു എന്നാണ്. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അദ്ദേഹം ആ കാലത്തിൽ മരിച്ചുപോയി. അങ്ങനെ വളരെ ആകസ്മികമായാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ കൂടിയായ ഈ സുജിത്ത് വിജയൻപിള്ള മത്സരിക്കാൻ വേണ്ടി വരും. CPM അവിടെ ആ ബൈ ഇലക്ഷൻ്റെ സമയത്ത് മറ്റ് ചില ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും അത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിൽ പോലും അത് വിജയകരമാവില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ മകനെ സ്ഥാനാർത്ഥിയാക്കി. CPM അങ്ങനെ സാധാരണ CPM-ന്റെ അകത്തില്ലാത്തൊരു ഒരു പിന്തുടർച്ച അവകാശം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി CPM-ന്റെ അകത്തില്ലാത്തതാണ്. പക്ഷേ ഈ സുജിത്തിന് അങ്ങനൊരു ഭാഗ്യം കിട്ടി എന്ന് വേണം പറയാനായിട്ട്. ഈ 2021 ആ നിലവിലെ MLA എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി അവിടെ വരുന്നത്. അപ്പം പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തം 99 സീറ്റോടുകൂടി LDF അധികാരത്തിൽ വന്നപ്പോഴും അത്രയും കടുത്ത ഒരു മണ്ഡലത്തിൽ
ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മണ്ഡലം. പക്ഷെ പറയുമ്പോൾ രണ്ടുപേരും ഇടതുപക്ഷമാണ്. അതെ അതെ RSP ഇടതുപക്ഷമാണ്. അതെ അതെ അപ്പം അവിടെ പക്ഷെ 1000 വോട്ടിന് മാത്രമാണ് 62 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അതൊരു വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. പക്ഷേ ആ വോട്ടിൽ വന്നിട്ടുള്ള കുറവ് പുള്ളിയുടെ പ്രവർത്തനത്തിൽ മൊത്തം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ല, ഞാൻ അവിടെയുള്ള പല ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഈ MLA കുറിച്ച് ഉള്ള കുറ്റമായിട്ടല്ല എങ്കിൽ പോലും ഒരു പരാതിയായിട്ട് പറഞ്ഞത് അദ്ദേഹം എപ്പോഴും ഒരു അകൽച്ച സൂക്ഷിച്ചിരുന്ന, സാധാരണക്കാരുമായിട്ടൊക്കെ കുറച്ച് അകൽച്ച സൂക്ഷിച്ചിരുന്ന ഒരു MLA ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പൊതുപ്രവർത്തന രംഗത്ത് ഓടുകൂടി ആയിരുന്നില്ല. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം ആശുപത്രിയും ഒക്കെ ആയിട്ട് വേറെ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഈ മത്സരരംഗത്തേക്ക് വന്നു എന്നല്ലാതെ ഒരു പൊതുപ്രവർത്തനം വേണ്ട ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമീപനമോ അല്ല എന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയൊരു കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക് കറക്റ്റായിരിക്കാനായിട്ടാണ് സാധ്യത. കാരണം ഒരു പൊതുപ്രവർത്തകൻ്റേതായിട്ടുള്ള ഒരു നിലപാടുകളല്ല പുള്ളി അവിടെ എടുത്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ആത്യന്തികമായിട്ട് പുള്ളി ഒരു ബിസിനസ്സുകാരനായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് പറയാനായിട്ടുള്ളൊരു കാരണം, നീണ്ടകര താലൂക്ക് ആശുപത്രി ഉണ്ട്. ഈ നീണ്ടകര താലൂക്ക് ആശുപത്രി കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇല്ലാതുകൊണ്ട് കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചികിത്സ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. എപ്പോഴും ഒരുമാതിരിപ്പെട്ട കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയെ കണ്ടു, മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മുങ്ങുന്ന ഒരു സംഭവങ്ങളൊക്കെ, അതൊക്കെ നിത്യസംഭവങ്ങളാകുന്ന ഒരു സ്ഥലം കൂടിയാണത്. അപ്പോൾ അവിടെ ഈ താലൂക്ക് ആശുപത്രിക്ക് ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു നിസ്സാര കാര്യമാണ്. അത് ഫണ്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ ചെറിയ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ അവസാന നിമിഷമാണ് ഫണ്ട് അനുവദിച്ച് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോട് ചേർന്നൊരു കുറച്ചങ്ങോട്ട് മാറി കഴിയുമ്പോഴാണ് അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയൻ പിള്ളയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. അപ്പോൾ ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഫണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് ഇതിൻ്റെ പുരോഗതി ഉണ്ടാകുന്നില്ല, അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഒരു അത്യാഹിത വിഭാഗത്തിലുള്ള സംവിധാനങ്ങളോ അവിടെ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ ഇതിനെ ആശ്രയിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ അപ്പോൾ ബിസിനസ് കുറയും എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റ്. എല്ലാ നാട്ടിലും ഉണ്ടാകും ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ്. മാക്സിമം ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതൊരു 6-7 കിലോമീറ്റർ അകത്തേക്ക് കയറിയിട്ടാണുള്ളത്. അപ്പം അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിജയ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ബാറ് ഉണ്ട്. അപ്പോൾ ബിവറേജസിൽ നിന്ന് സാധനം മേടിച്ച് ഈസി ആയിട്ട് പോയി മേടിക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥയാണ്. പിന്നെ ഇങ്ങോട്ടാരും പോകാനായിട്ട് നിൽക്കത്തില്ല. ഇവിടെ നിന്ന് മേടിച്ച് എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കാനായിട്ട് നോക്കുകയുള്ളൂ. ഇതൊരു 7 കിലോമീറ്റർ പോകണം, അതിനേക്കാളും നല്ല എന്നാൽ ഇവിടെ പോയി 2 അടിച്ചിട്ട് പോകാം എന്ന് വെക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഉള്ള ഇത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യ അല്ല എങ്കിൽ പോലും ഇത് തന്നെ ആയിരിക്കാനായിട്ടാണ്. നഴ്സിംഗ് കോളേജിൻ്റെ ഒരു വിഷയമുണ്ട് അവിടെ. ആ മണ്ഡലത്തിലുള്ള അനുവദിച്ചിരിക്കുന്ന വലിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നതാണ്. അത് പാരിപ്പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനെ ഫലപ്രദമാകുന്ന രീതിയിലൊന്നും തടയാനായിട്ടൊന്നും ഉള്ള നടപടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനേക്കാളും ഏറ്റവും രസം, ഇപ്പോൾ ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് ഇതേ MLAയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട്. ഒരു 2 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടും. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ LDFും UDFും തമ്മിലുള്ളൊരു കമ്പാരിസണിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടി സാർ എല്ലായിടത്തും ഉദ്ഘാടനങ്ങൾ നടത്തിപ്പോയി, പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ LDF പണികൾ പൂർത്തീകരിച്ചാണ് ഉദ്ഘാടനം നടത്തുന്നതെന്നാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഈ ഇലക്ഷനോടടുപ്പിച്ച് കുറേ ഉദ്ഘാടനങ്ങൾ, 10 പാലം എന്ന് പറയുന്നു, ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പുരോഗമിക്കുന്നു എന്ന്. അതായത് പൂർത്തീകരിച്ചിരിക്കുന്ന പദ്ധതികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ബോർഡിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കെട്ടിടം, ഒരു ഗവൺമെൻറ് ഓഫീസ് ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യും. ആ മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഒറ്റ കെട്ടിടമാണ്. 1ാമത്തെ നില, 2ാമത്തെ നില, 3ാമത്തെ നില എന്ന് പറഞ്ഞ് ഓരോ നിലകൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ചവറയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ 2
പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങളാണെങ്കിലും അവിടെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളാണെങ്കിലും ഇതിനെയൊന്നും അവിടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നിലവിലെ MLA ശ്രമിക്കുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് രാജശേഖരൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അകലിച്ച, ജനങ്ങളുമായിട്ടുള്ള ഒരു അകലിച്ച ഉള്ളതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിൽ വേറൊരു സംഭവം കൂടി കാണേണ്ടത്, ഇപ്പം ഷിബു ബേബി ജോൺ എന്തൊക്കെ പറഞ്ഞാലും അടിമുടി രാഷ്ട്രീയക്കാരനാണ്. കാരണം അദ്ദേഹം വ്യവസായിയൊക്കെ ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലിരിക്കുന്നത്. ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പം ചവറ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘകാലം കയ്യിൽ വെച്ച അല്ലെങ്കിൽ ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന സ്ഥലമാണ്. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് പിന്നീട് ഷിബു ബേബി ജോൺ വരികയും അദ്ദേഹവും മന്ത്രിയൊക്കെ ആയ ആളാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് കുറച്ചും കൂടി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഷിബു ബേബി ജോണിന് കുറച്ചും കൂടി സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാനിതിൽ നിരീക്ഷിക്കുന്നത്. സാധ്യത ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അവിടെ കുറേ അടിയൊഴുക്കുകളൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, സാമുദായികമായിട്ടുള്ള ചില പ്രശ്നങ്ങളല്ല, ചില അടിയൊഴുക്കുകൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നതിൻ്റെ പേരിലാണ് ഈ 1000 വോട്ടിൻ്റെ വിജയം ഉണ്ടായേക്കുന്നത്. കാരണം ഷിബു ബേബി ജോൺ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിക്കേണ്ട ആളാണ്. അല്ലെങ്കിൽ ഈ 1000 വോട്ടല്ല തരംഗത്തിൽ ലഭിക്കേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 5000 വോട്ടിലെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരേണ്ടതാണ്. അപ്പം ഷിബു ബേബി ജോണിന് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഈ ചവറയെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യം, ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ നിലവിലെ MLAയെയും അതുപോലെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷിബു ബേബി ജോണിനെയും ഇരുത്തി സംസാരിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരാൾ MLA എന്നുള്ള രീതിയിൽ ഫെയിലിയറായിട്ട് നിൽക്കുകയും മറ്റേയാൾ MLA ആയിരുന്നു, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. MLA എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരാളാണ്. അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം അവിടെ ചവറയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല, നമ്മളിപ്പം ഷിബു ബേബി ജോൺ എന്ന് പറയുന്നത് എല്ലാറ്റിലും വളരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ്. അദ്ദേഹം വളരെ വ്യക്തമായ രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുകയും അതനുസരിച്ച് കൃത്യമായി മറുപടി പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം UDFന്റെ പല നയങ്ങളും കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് നമ്മളിൽ കാണേണ്ടത്. അത് അദ്ദേഹത്തിന് എല്ലാറ്റിലും ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, നല്ല വിഷനുള്ള നേതാവാണ്. മാത്രമല്ല, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അവിടെ ജയിച്ചാൽ മന്ത്രിയാവുന്ന ഉറപ്പാണ്. ഇവിടെയാണ് വിഷയം. ഇപ്പം നിലവിൽ RSPക്ക് MLAമാരില്ല എന്നുള്ളത് കാണണം. MP ഉണ്ടെങ്കിൽ പോലും MLA ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം 2006 പ്രേമേന്ദ്രൻ ജയിച്ച സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ചവറ. അങ്ങനെ RSPക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇത്തവണ അധികാരത്തിൽ അല്ലെങ്കിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് RSPയുടെ കൂടി ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള അവരുടെ നിലനിൽപ്പിന് പോലും അത് ആവശ്യമാണെന്നുള്ളത് അവിടെയുള്ള പരമ്പരാഗത RSPക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. RSPയിൽ നേരത്തെ ഉണ്ടായ ചില പടലപ്പിണക്കങ്ങളൊക്കെ ഷിബു ബേബി ജോണിന്റെ ഈ 2 തവണത്തെ തോൽവിക്ക് കാരണമായിട്ടൊന്നും കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് കാണേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 5 സീറ്റിലാണ് RSP കേരളത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. അതിലൊരു സീറ്റ് എന്ന് പറയുന്നത് പയ്യന്നൂരാണ് അവർ മത്സരിക്കുന്നത്. പയ്യന്നൂരായിരുന്നില്ല അവർക്ക് ഉണ്ടായിരുന്ന, മട്ടന്നൂരായിരുന്നു അവർക്കുണ്ടായിരുന്ന, വെച്ച് മാറിയതാണ്. പയ്യന്നൂർ ആരാ സ്ഥാനാർത്ഥിയായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPMൽ നിന്ന് വന്ന ആളാണ് മത്സരിക്കുന്നത്. CPMൽ വെറുതെ വന്നല്ല. അതും കൂടി ഉണ്ട്. അവിടെ വലിയ ഫണ്ട് തട്ടിപ്പ് വിവാദം ഉയർത്തിക്കൊണ്ടുവരികയും നിലവിലുള്ള MLAക്കെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തെ ഇനി തുടർന്ന് മത്സരിപ്പിക്കരുത് എന്നും അദ്ദേഹത്തിന് പാർട്ടിയിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും ഒരു അവിടെ ഉള്ള ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുകയാണ് അദ്ദേഹം ഈ കലാപം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം നിലവിലുള്ള MLAക്കെതിരെ, പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് നിലവിലുള്ള MLAക്കെതിരെ പാർട്ടിയിൽ കലാപം ഉണ്ടാക്കി എന്ന് പറയുന്നത് ചില്ലറ പരിപാടി ഒന്നല്ല. അദ്ദേഹം അവിടെ വിജയിക്കോ ഇല്ലോ എന്നതിനേക്കാൾ അപ്പുറം ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ടാവില്ല. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഷിബു ബേബി നേതൃത്വത്തിൽ നേരിട്ട് അവിടെ എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, ഒരു മുന്നണി നേതാവ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അവിടെ ആക്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് അത് പുള്ളിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിനെ തന്നെയാണ് ശരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അതേസമയം ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇതിൽ ഏതിനാണ് മുൻതൂക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാരാണ് അവിടെ മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ തന്നെ ഒരു ബൈറ്റ് കൊടുക്കുന്നതിൽ ഞാൻ കേട്ടാണ്, RSP ബന്ധമുള്ള 3 പേരാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബിസിനസ്സുകാരായ 2
പേര് മത്സരിക്കുന്നു, 2 രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നു. അപ്പം ഇതിലാരാണ് ഏറ്റവും മികച്ചത്, ആർക്കാണ് വിഷൻ ഉള്ളത് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഒരാളുടെ വിഷൻ എന്താണ്, ഒരാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് ചവറയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ കൊണ്ട്, പല അടിയൊഴുക്കുകൾ കൊണ്ട് കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ടു പോയ സാധനം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ജയിക്കുക എന്ന് പറയുന്നത് RSPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഇത്തവണ ചവറ ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ടുള്ളൊരു സാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയത് അവിടുത്തെ ടാഗ് ലൈൻസും കൂടി ഒന്ന് പറഞ്ഞു പോകുമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. തുടരും എന്നുള്ളതാണ് നമ്മുടെ LDF സ്ഥാനാർത്ഥി, നിലവിലെ MLA തുടരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷിബു ബേബി ജോണിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കാം ചവറയെ, വിശ്വസിക്കാം ഷിബുവിനെ എന്നുള്ളതാണ്. അപ്പം ചവറയെ വീണ്ടെടുക്കാനായിട്ട് ഉറച്ചുള്ളൊരു നീക്കമാണ് അത്. വിശ്വസിക്കാം എന്നുള്ളതാണ് അത്. ആ വിശ്വസിക്കാം എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഉറച്ച നിലപാടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിണറായിക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, പിണറായി വിജയൻ്റെ അടുത്തൊരു കാര്യമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നടക്കുമെങ്കിൽ നടക്കും എന്ന് പറയും, നടക്കത്തില്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പറയും. ആൾക്കാരെ നടത്തുന്ന ഒരു വ്യക്തത ഉണ്ടാകും, കാര്യങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഉണ്ടാകും. അതേപോലെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു കുറച്ച് നിലപാടെടുക്കാനായിട്ട്, നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഷിബു ബേബി ജോൺ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്.